ഹലോ ഗൈസ്, വെൽക്കം ടു ഫുട്ബോൾ സെൻട്രൽ. അങ്ങനെ ഒരു 3-0 ഒരു തകർപ്പൻ വിജയമായിട്ട് അൽ നസർ വന്നിട്ടുണ്ട്. ഒരു കിടിലൻ വിജയം തന്നെയായിരുന്നു. ഇപ്പൊ പോയിന്റ് ഗ്യാപ്പ് 3 നിലവിൽ അൽ ഹിലാലുമായിട്ടുള്ള. അപ്പൊ ഒരു കംബാക്കിന് എന്തായാലും തയ്യാറെടുത്ത് തന്നെയാണ് വന്നേക്കണത്. നമുക്കറിയാം അൽ ഹിലാലി 2 മത്സരങ്ങളായിട്ട് ഇപ്പൊ സമനിലയിലാണ് അവർ കുടുങ്ങിയേക്കണത്. അടുത്ത മത്സരമാണെങ്കിൽ അൽ അഹലിയായിട്ടാണ്. അപ്പൊ അതൊരു ടഫ് ടീം തന്നെയാണ്. നമുക്കറിയാം അവരും ഇപ്പൊ ലീഗിന് വേണ്ടി കോമ്പറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കണേണ്. 3 പോയിന്റിന്റെ ഒരു ഗ്യാപ്പ് തന്നെ ഉള്ളൂ. സോ അതൊരു ടഫായിട്ടുള്ള ഒരു മത്സരം തന്നെ ആയിരിക്കും. ഇപ്പോൾ ലീഗ് ആണെങ്കിലും കുറച്ചും കൂടി കോമ്പറ്റീഷൻ കൂടി വന്നേക്കണേണ്. പിന്നെ എന്താ പറയാ, റൊണാൾഡോ തീർന്നെന്ന് പറഞ്ഞു, പക്ഷെ ആള് തീർന്നിട്ടില്ല. ഇപ്പോഴും ആള് അടുത്തൊരു ഗോളും കൂടി അടിച്ചിട്ടുണ്ട്. ടീമിന് വേണ്ടി ഹൈ പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെക്കണേന്ന് പറയാം. ഫെലിക്സിന്റെ ഭാഗത്ത് നിന്നായിരുന്നു ആ ഒരു ബോൾ വന്നത്. പുള്ളിക്ക് ഒരു ജസ്റ്റ് ടാപ്പിന്റെ ഒരു കാര്യം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ആളാണ് ആ ഒരു പന്ത് പുള്ളിക്ക് വെച്ചു കൊടുത്തത്. അപ്പൊ ഈ ഒരു ഡ്യൂ എന്തായാലും കലക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഫെലിക്സ് ആണെങ്കിലും വളരെ നാളുകൾക്ക് ശേഷം ഒരു കിടിലൻ പെർഫോമൻസ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഈ ഒരു ബ്രദേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസ്ട്രക്ഷന്റെ ഭാഗമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത്രയും കിടിലൻ ടീമായിട്ടാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ലിങ്ക് പ്ലേ ആണെങ്കിലും എല്ലാം അണ്ണനും തകർത്ത് ആടിക്കൊണ്ടിരിക്കുന്നതാണ്. പിന്നെ 2-3 ചാൻസ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അവരുടെ ഗോൾ കീപ്പർ യാതൊരു ചാൻസും കൊടുക്കുന്നില്ലായിരുന്നു. ഭയങ്കര സേവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പുള്ളി ഒരുപാട് ഷോട്ടുകൾ എടുക്കുന്നുണ്ടായിരുന്നു. ലിങ്ക് പ്ലേയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആളുടെ ഒരു പ്രൈം കുറച്ച് കാര്യങ്ങളൊക്കെ കൂടി കളിയിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ആളുടെ ഒരു 961 ഗോളും കൂടി വന്നിട്ടുണ്ട്. എന്താ പറയാ, അടുത്ത ഒരു 1000 ഗോൾ ലോഡിങ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇനി 39 ഗോളിന്റെയും കൂടി കാര്യമുള്ളൂ. സോ പുള്ളി എന്തായാലും അത് നേടും. നമുക്കറിയാം ആളുടെ ആ ഒരു ഗോൾ അടിക്കാനുള്ള മെന്റാലിറ്റി ഹൈ ആണ്. അപ്പൊ കുറച്ച് മത്സരങ്ങൾക്ക് ശേഷം അൽ നസർ തിരിച്ചു വന്നിട്ടുണ്ട്. നമുക്കറിയാം കുറച്ച് തോൽവികളൊക്കെ ഉണ്ടായിരുന്നു. അതിന് ശേഷം അവർ അടുപ്പിച്ച് കളികൾ ജയിച്ചു തുടങ്ങി. സോ ആ ഒരു ബാക്ക് ഇൻ ഫോം എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഫെലിക്സിന്റെ ഒരു കിടിലൻ പെർഫോമൻസ് കുറച്ച് നാളുകൾക്ക് ശേഷം ആളുടെ ഭാഗത്തു നിന്നൊരു എന്താ പറയുക, ഒരു വണ്ടർഫുൾ പെർഫോമൻസ് വന്നെന്ന് വേണമെങ്കിൽ പറയാം. കാരണം 2 അസിസ്റ്റ് ഉണ്ടായിരുന്നു. അത്രയും കിടിലൻ പെർഫോമൻസ് ആണ് ആള് കാഴ്ചവെച്ചതെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ സിംഖാന്റെ ആ ഒരു ഗോള്, അതിലും അസിസ്റ്റ് വന്നേക്കണത് ഫെലിക്സിന്റെ തന്നെയായിരുന്നു. അത്യാവശ്യം പുള്ളിയുടെ കളി തന്നെ മാറിയിട്ടുണ്ട്. സിംഖാൻ ഇപ്പൊ കുറച്ചും കൂടി ഡിഫെൻസീവ്ലി സോളിഡ് ആയെന്ന് പറയാം. കാരണം ആൾ ആ ബാഡ്ജിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കണോണ്ടാണ്. പിന്നെ പുള്ളി ഓവറോള് പുള്ളിയുടെ ചില ട്രാപ്പും കാര്യങ്ങളും ഫിസിക്കലാണെങ്കിലും ആൾ കുറച്ചും കൂടി കിടിലനായിട്ട് തന്നെ കളിക്കുന്നുണ്ട്. ഓപ്പോണന്റിനെ ഫിസിക്കലായിട്ടും പുള്ളി നേരിടുന്നുണ്ടെന്നുള്ളതാണ്. അൽ നസറിന് എന്തായാലും ആളൊരു കിടിലൻ പ്ലെയർ തന്നെ ആയിരിക്കും. കാരണം അത്ര ഏജ് ഒന്നും ആയിട്ടില്ല. പിന്നെ മറ്റൊരു പെനാൽറ്റിയാണ് കിട്ടിയത്. അതൊരു ലാസ്റ്റ് ടൈം മിനിറ്റിലൊക്കെ ആയിട്ടാണ്. അത് കോമനാണ് എടുത്തതും ഫിനിഷ് ചെയ്തതും. കോമന്റെയും തരക്കേടില്ലാത്തൊരു പെർഫോമൻസ് ആയിരുന്നു. ആള് എല്ലാവരും നിരന്തരം സ്റ്റാർട്ട് ചെയ്യണോണ്ട് ആ ഒരു സ്ട്രഗിള് കാണാനുണ്ട്. പിന്നെ ആ ഗോൾ കീപ്പർ അവരുടെ, കാരണം ആൾ 8 സേവ് എടുത്ത് അത്രയും ബ്രില്യൻ്റ് ആയിരുന്നു ആള്. ഫസ്റ്റ് ഹാഫിലൊക്കെ ഒരുപാട് സേവുകൾ ഉണ്ടായിരുന്നു ആളുടെ. കാരണം ആൾ അത്രയും കിടിലനായിട്ടാണ് ഗോൾ കീപ്പിങ്ങിൽ നിന്നുകൊണ്ടിരുന്നത് വെച്ചത്. പിന്നെ അൽ നസർ പഴയ ആ ഒരു ഫോമിലേക്ക് വന്നിട്ടുണ്ട്. ടീമെല്ലാം മൊത്തത്തിലൊരു ലിങ്ക് പ്ലേയും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ജീസസ് അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ടീമിന് മൊത്തത്തിലൊരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട് ഇപ്പോൾ റീസെന്റ് ആയിട്ടുള്ള ഈ ഒരു 3 മത്സരങ്ങളിൽ നിന്നും. നമുക്കറിയാം അവര് അടുപ്പിച്ച് 3 കളി ജയിച്ചിട്ടുണ്ട്. ക്ലീൻ ഷീറ്റ് വന്നിട്ടുണ്ട്. അപ്പൊ മാനെ തിരിച്ചു വന്നിട്ടുണ്ട്. ടോട്ടലി ടീം നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് നടത്തുന്നുണ്ട്. അപ്പൊ ലീഗ് അടിക്കോ ഇല്ലെന്നൊക്കെ നമുക്ക് എന്തായാലും കാണാം.